മോളെ, ഹരീഷിന്റെ മനസ്സിലൊരു മാറ്റം വരുമെന്ന എന്റെ പ്രതീക്ഷ. അത് അമ്മയുടെ പ്രതീക്ഷ. അവൻ കോടതിയിൽ കൊടുത്ത പെറ്റീഷന്റെ അടുത്ത നടപടിയാ ഈ നോട്ടീസ്. അതമ്മയ്ക്കറിയാവോ? വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഇത്തിരി കടന്ന കയ്യാ. ഒരു ചീറ്റിംഗ് ആയിട്ട് പ്രതാപേട്ടൻ കരുതൂ. അച്ഛൻ അങ്ങനെ കരുതിക്കോട്ടെ. പക്ഷെ അമ്മയുടെ മനസാക്ഷി പറയുന്നില്ലേ അമ്മ ചെയ്തത് ശരിയാണെന്ന്? ഞങ്ങൾ വിശ്വസിക്കുന്നല്ലോ ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന്. അന്ന് ഞങ്ങളങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ അച്ഛനെ ജീവനോടെ കാണാൻ സാധിക്കുമായിരുന്നു. അമ്മേ, എന്തൊന്നും മിണ്ടാത്തേ? മോള് പറയുന്നത് ശരിയൊക്കെ തന്നെയാ. പക്ഷേ പ്രതാപേട്ട ഇത് അറിഞ്ഞാ പറയും എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞോട്ടെ. അതുകൊണ്ട് എന്റെ മോളോടൊരു അപേക്ഷയുണ്ട്. ഏതോ ഒരു സിസ്റ്റർ കാരുണ്യം കൊണ്ടാ പ്രതാപേട്ടന്റെ ജീവിതം തിരിച്ചു കിട്ടിയത്. ആ സിസ്റ്റർ സംയുക്തയാണെന്ന് പ്രതാപേട്ടൻ വിശ്വസിക്കുകയും ചെയ്തു. അതെ, അതാണല്ലോ എന്റെ ഒരു കുഴപ്പം കൊണ്ട് ഇപ്പൊ പുലിവാലായി മാറിയിരിക്കുന്നത്. ഒരു കാരണവശാലും സിസ്റ്റർ പവിത്രയെ കൂടെ നിന്നത് ഞാനാണെന്ന് പ്രതാപേട്ട അറിയരുത്. അമ്മേ, ആ പ്രശ്നമാണല്ലോ ഇവിടെ ഇപ്പൊ വഷളായിക്കൊണ്ടിരിക്കുന്നത്. അമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി അംബിക ആയുധമാക്കിയിരിക്കുന്നത് ആ സിസ്റ്റർ പവിത്ര എന്ന ക്യാരക്ടറെയാ. അവരതിന് ആ സ്ത്രീയെ നിയോഗിച്ചു കഴിഞ്ഞു. സിസ്റ്റർ പവിത്ര എന്നൊരു സ്ത്രീയോട് അച്ഛന് സെന്റിമെന്റ്സ് ഉണ്ട്. അത് അമ്മയാണെന്ന് അച്ഛനറിയില്ല. ആ സെന്റിമെന്റ്സ് മുതലാക്കി സംയുക്തയെ പവിത്രയായി തെറ്റിദ്ധരിച്ച് അച്ഛൻ അവരെ വിവാഹം കഴിച്ചാലോ? അച്ഛൻ ചതിക്കപ്പെടില്ലേ? അച്ഛന്റെ ഭാര്യയായി മറ്റൊരാൾ വരും. ഞാനും അമ്മയും അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അന്യരായി മാറും. അപ്പോ അംബിക വിജയിക്കും. അതിനൊരവസരം കൊടുക്കരുത്. അങ്ങനൊരു സിറ്റുവേഷൻ വന്ന സിസ്റ്റർ പവിത്ര അച്ഛന്റെ ഭാര്യ പത്മാവതി തന്നെയാണെന്ന് പറയേണ്ടി വരും. പറയണം. ജഗനങ്ങൾ എഴുന്നേറ്റിരുന്നെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ആവുമായിരുന്നു. ആ രാജു. ഡോക്ടറെ, ഞാൻ വേറെ ചില പ്രശ്നങ്ങളിലാ, അതുകൊണ്ടാ അങ്ങോട്ട് വരാത്തത്. അത് രാജു നേരത്തെ എന്നോട് പറഞ്ഞല്ലേ? ആ, ജഗനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് ഡോക്ടർ? അതറിയാനാ ഞാൻ വിളിച്ചത്. ജഗന്നാഥൻ അബോധാവസ്ഥയിലാണെങ്കിലും വളരെ ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. അത് പറയാനാ രാജുവിനോട് നേരിട്ട് വരാൻ പറഞ്ഞത്. ഡോൺ വറി, അത് പോട്ടെ. ജഗന്റെ കാര്യത്തില് ആ കോമ സ്റ്റേജ് മാറിയിട്ടുണ്ട്. വളരെ സന്തോഷം ഡോക്ടർ. നമുക്ക് പ്രതീക്ഷ നൽകുന്ന വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താ ഡോക്ടർ? ബോധത്തോടെ അല്ലെങ്കിലും ജഗൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ് ഡോക്ടർ. സംസാരിക്കുന്ന എന്താണെന്ന് മാത്രം നമുക്ക് ക്ലിയർ അല്ല. എന്തായാലും നമുക്ക് ആശ്വസിക്കാം രാജു. ഇതൊരു നല്ല സൂചനയാണ്. ഞാൻ എന്തായാലും ഇന്ന് രാത്രിയായാലും അങ്ങോട്ട് വരാൻ നോക്കാം. ശരി രാജു. ഈ വിവരം ഇപ്പൊ തന്നെ ഋതുവിനോട് പറയണോ? അച്ഛനാണല്ലോ. ആ അച്ഛാ. ആ മോനെ, നീ ഇപ്പൊ എവിടെയാടാ? ഞാൻ ഋതുവിന്റെ വീട്ടിലുണ്ട്. എടാ, വലിയ തിരക്കില്ലെങ്കിൽ ഇവിടം വരെ ഒന്ന് വരാവോ? ആ വരാലോ അച്ഛാ. അച്ഛാ, എന്താ കാര്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ ടെൻഷനൊന്നും ആവണ്ട. എന്താണാവോ അടുത്ത പ്രശ്നം?
എന്താ പ്രശ്നം? എന്താ ആരും ഒന്നും മിണ്ടാത്ത? എന്താ അച്ഛാ? എടാ, അവർക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണമെന്നുള്ള വാശിയില്ല. ഡിവോഴ്സ്? ഇതപ്പോ കോടതിയിൽ നിന്ന് നോട്ടീസും വന്നു. ദൈവമേ, ഈ വീട്ടിലെ എല്ലാവരും പ്രശ്നത്തിലാണല്ലോ. എനിക്കും ശ്രീക്കും ഏറെക്കുറെ ഒരുപോലെയുള്ള പ്രശ്നം. അവനിങ്ങനെ വാശി പിടിച്ച് എങ്ങനെ ശരിയാവും? ശ്രീയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇത് മുഴുവൻ കുഴപ്പവും അവരുടെ ഭാഗത്ത് തന്നെയല്ലേ? ഇതാ രുക്മിണിയുടെ തീരുമാനം. അവളത് നടപ്പാക്കും. അവരെന്തു പറഞ്ഞാലും ഹരീഷല്ലേ അത് മനസ്സിലാക്കേണ്ടത്. അവനും ശ്രീയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നം അവന്റെ അമ്മയ്ക്കാണെന്ന് അവൻ തിരിച്ചറിയണ്ടേ? അവനത്ര മണ്ടനൊന്നുമല്ലല്ലോ, നല്ല ബുദ്ധിയുള്ളവനല്ലേ. അവന് അവന്റെ അമ്മയുടെ സ്വഭാവം കിട്ടിയതാ. ശ്രീ, നീ എന്ത് പറയുന്നു? അവൾ എന്ത് പറയാനാ? അവളുടെ മനസ്സിന്റെ വേദന നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിന് വിഷമമല്ല ഉണ്ടാവേണ്ടത്, പകയാണ്, വാശിയാണ്. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടേന്ന് വെക്കണം. ഇത്രയൊക്കെ സഹിച്ച എന്തിനാ ഒരു കുടുംബജീവിതം? പെണ്ണെല്ലാം സഹിക്കാനും ത്യജിക്കാനും ത്യാഗം ചെയ്യാനും കരയാനും ഒക്കെയുള്ള ഒരു പ്രത്യേക ജീവിയാണോ? മോളെ, ഹരീഷിന്റെ മനസ്സിനൊരു മാറ്റം വരുമെന്ന എന്റെ പ്രതീക്ഷ. അത് അമ്മയുടെ പ്രതീക്ഷ. അവൻ കോടതിയിൽ കൊടുത്ത പെറ്റീഷന്റെ അടുത്ത നടപടിയാ ഈ നോട്ടീസ്. അതമ്മയ്ക്കറിയാവോ? വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഇത്തിരി കടന്ന കയ്യാ. അവൻ കള്ളുകുടിയനോ മറ്റു കുഴപ്പക്കാരനോ ഒന്നുമല്ല. അവന്റെ ജീവിതം നശിപ്പിക്കാൻ പോകുന്നത് അവന്റെ അമ്മയാണെന്ന് അവന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി. എല്ലാവരും അവനെ അങ്ങനെ എങ്ങനെ ന്യായീകരിക്കല്ലേ? ആണൊരുത്തൻ നല്ല കരുത്തുള്ളവനാണെങ്കിൽ ആരും ഒന്നിനും ഒരു പ്രശ്നത്തിനും വരില്ല. എന്താ മോളൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ എന്ത് മറുപടി പറയാനമ്മേ? എന്നെ സ്നേഹിച്ച് എന്റെ പിന്നാലെ വന്നൊരാളാ ഹരീഷ്. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. എന്നിട്ടും ഒരു കാരണവുമില്ലാതെ ഹരീഷ് എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് എന്തിനമ്മേ? അങ്ങനെ ഒരാളെ എനിക്കും വേണ്ട. ഈ ഡിവോഴ്സിന് ഞാൻ തയ്യാറാ.